ഹലോ, നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് മുട്ട കൊണ്ട് എങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. അതേപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി നിങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ട് ചെയ്യുക. ഒരു സഹോദരൻ്റെ റിക്വസ്റ്റാണ്, പരമാവധി നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഒരു സഹോദരൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരമാവധി കാണാത്തവരാണ് എൻ്റെ മുമ്പത്തെ വീഡിയോകൾ കാണുക, പരമാവധി സഹകരിക്കുക. ഒരു സഹോദരനെ റിക്വസ്റ്റായിട്ട് കണക്കൂട്ടി പരമാവധി സഹകരിക്കുക. അന്നേരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ മുട്ട കൊണ്ട് എങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ക്ലാസ് പറയുന്നത്. അന്നേരം ഞാൻ ഇന്ന് എടുത്തേക്കുന്ന പൊറോട്ട എടുത്തിട്ടുണ്ട്, കുബൂസ് എടുത്തിട്ടുണ്ട്, മൈനേസ്, കെച്ചപ്പ്, മുട്ട, കിഴങ്ങ്, ഇത്ര ഐറ്റം എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് സൈസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം മുട്ട കൊണ്ട്. പൊറോട്ടയും കൊണ്ട് പിന്നെ പൊറോട്ടയ്ക്കകത്തും കുബൂസിനകത്തും രണ്ട് സൈസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ആ രണ്ട് സൈസ് ഞാൻ കാണിച്ചു തരാം. പരമാവധി വീഡിയോ ഫുള്ള് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പരമാവധി ഫുള്ള് വീഡിയോ കാണുക. വട്ടത്തിന് ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നീളത്തിന് ഈ കനത്തിന് മുറിച്ചെടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ രണ്ട് സാൻഡ്വിച്ചിന് ഒരു കിഴങ്ങ് മതി. ഓവർ വലിപ്പമില്ലാത്ത കിഴങ്ങ്, രണ്ട് സാൻഡ്വിച്ചിന് ഒരു കിഴങ്ങ് മതി. അന്നേരം കണ്ടല്ലോ, ഇതേപോലെ മുറിച്ചെടുക്കേണ്ടതാണ്. ഇതേപോലെ നീളത്തിന് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഓവർ ചൂടാകരുത്, ചൂട് കുറഞ്ഞിരിക്കുന്ന എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കുക. പരമാവധി ചൂട് കുറച്ച് വെച്ച് വറുത്തെടുക്കേണ്ടതാണ്. ഓവർ ചൂട് ഇട്ട് വറുത്തെടുത്താൽ മോൾവശം എല്ലാം കരിഞ്ഞ് ഇരിക്കും, ഉള്ളൊന്നും വേവത്തില്ല. അതുകൊണ്ട് പരമാവധി ചെറിയ തീയിലിട്ട് പരമാവധി വേവിച്ചെടുക്കേണ്ടതാണ്. ചെറിയ തീയേ പാടുള്ളൂ, ഓവർ തീ പാടില്ല. അതുകൊണ്ട് ഈ പരുവത്തിനാകുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ തീയിലിട്ട് മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ പരുവത്തിനാവും. ഒരു ചെറിയൊരു കളർ വ്യത്യാസം, അന്നേരം നമ്മൾ കോരി എടുക്കേണ്ടതാണ്. ചെറുതായിട്ട് കളർ വ്യത്യാസം. അതേപോലെ തന്നെ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു ചെറിയ മങ്ങലാണെന്ന് ഇതിൻ്റെ ആവി വരുന്നതുകൊണ്ടാണ് ഈ ചെറിയ മങ്ങൽ. ഇതാണ്ട് ഇതേപോലെ ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ കോരി എടുക്കേണ്ടതാണ്. ഞാനിവിടെ ഒരു മുട്ട എടുത്തിരിക്കുകയാണ്. ഒരു സാൻഡ്വിച്ച് പൊറോട്ട ആയാലും കുബൂസിനായാലും ഒരേ മുട്ട വെച്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒരെണ്ണം വെച്ചാണ് എടുക്കുന്നത്. അത് ഇപ്പം നിങ്ങൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം അടിച്ച് നല്ലോണം ഇതേപോലെ പതിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെ ഫ്രൈ പാൻ വെച്ചതിന് ശേഷം ചെറിയ ചൂടിൽ മുട്ട പൊരിച്ചെടുക്കേണ്ടതാണ്. ഓവർ ചൂടാകരുത്, ചെറിയ ചൂടിൽ. മുട്ട പാതി വെന്തതിന് ശേഷം അതിലോട്ട് ഈ കുബൂസ് ഇട്ട് കൊടുക്കുക. കുബൂസ് ഇട്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യുക. എന്തെങ്കിലും തവി എന്തെങ്കിലുമൊക്കെ വെച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പൊറോട്ടയ്ക്ക് ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ കുബൂസ് ചെയ്ത പോലെ തന്നെ പൊറോട്ടയ്ക്ക് സെയിം മെത്തേഡ് തന്നെയാണ്. അതിനുശേഷം ഈ കുബൂസ് ആയാലും പൊറോട്ട ആയാലും 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിടണം. അവിടെ താഴെയും മുകളിലും ഒക്കെ ചെറിയ ചൂടാകുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിടണം. ഓവർ ചൂടാവരുത്, തീ കുറച്ച് ഇടാവുള്ളേ. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ 2-3 പ്രാവശ്യം ഒന്ന് ഇട്ടേക്കണം. ഇതേപോലെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇടുക. നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. മുട്ട പൊരിച്ച് വെച്ചേക്കുന്ന വശത്തോട്ട് തന്നെ മയനൈസ് നല്ലോണം തൂത്ത് കൊടുക്കുക. അതിൻ്റെ പുറകിന് തന്നെ കെച്ചപ്പ് തൂത്ത് കൊടുക്കുക. കെച്ചപ്പ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് അറിയാൻ വയ്യാത്ത കാര്യമുണ്ട്. തക്കാളി സോസേജ് തന്നെ വേറൊരു ഐറ്റമാണ്. ഒരു ചെറിയ പാക്കറ്റിന് 15 രൂപയുള്ളൂ. അന്നേരം കെച്ചപ്പ് തന്നെ ഉപയോഗിക്കുക. നല്ല ടേസ്റ്റ് കെച്ചപ്പിന് തന്നെയാണ്. സോസേജിനെക്കാട്ടി നല്ലത് ടൊമാറ്റോ സോസേജിനെക്കാട്ടി നല്ലത് കെച്ചപ്പ് തന്നെയാണ്. ഇതേപോലെ നല്ലോണം ഒന്ന് തൂത്ത് കൊടുക്കുക. മൈനസിൻ്റെ മുകളിൽ കെച്ചപ്പ് നല്ലോണം ഒന്ന് തൂത്ത് കൊടുക്കുക. അതിൻ്റെ പുറകിന് കിഴങ്ങ് സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇതേപോലെ റൗണ്ട് ചെയ്ത് കുബൂസിനും ഈ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. ഇതിപ്പം പൊറോട്ട ഞാൻ ചെയ്ത് കാണിച്ച കുബൂസിന് സെയിം മെത്തേഡ് തന്നെയാണ്.
ഞാൻ വേറെ രീതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ, 2 രീതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. അന്നേരം ഇത് വേറെ രീതി ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പം 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട എടുത്തതിന് ശേഷം നമ്മളൊരു നുള്ള് ഉപ്പിട്ട് നല്ലവണ്ണം സ്പൂണിൽ അടിച്ച് പതപ്പിച്ചതിന് ശേഷം ചെറിയ ചൂട് ഫ്രൈ പാനിൽ നമ്മളിതെല്ലാം ഒഴിച്ച് ചിക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 മുട്ടയ്ക്ക് 3 സാൻഡ്വിച്ച് വരെ ഉണ്ടാക്കാം. 2 മുട്ടയ്ക്ക് 3 സാൻഡ്വിച്ച് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാം, ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. മറ്റേത് ഒരു സാൻഡ്വിച്ചിന് 1 മുട്ടയാണ്, ഇത് 2 മുട്ടയ്ക്ക് 3 സാൻഡ്വിച്ചാണ്. ആ രീതിയിലാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇറക്കി വെക്കാം. മുട്ട ചിക്കി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പൊറോട്ട ആയാലും കുബൂസ് ആയാലും നമ്മൾ ഫ്രൈ പാനിൽ ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് തിരിച്ച് 2-3 പ്രാവശ്യം ഒന്ന് ഇടുക. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ 2-3 പ്രാവശ്യം ഇടണം. ഇത് മറ്റേ രണ്ടാമത്തെ മെത്തേഡ് ഉണ്ടാക്കുന്ന രീതിയാണ്. കുബൂസിന് മുകളിലോട്ട് മയനൈസ് തൂത്ത് അതിൻ്റെ പുറകിന് തന്നെ കെച്ചപ്പ് തൂത്ത് കൊടുക്കണം. കുബൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ കുബൂസ് തന്നെ ആയിരിക്കണം, ഹോട്ടലിൽ കിട്ടുന്ന കുബൂസ് ആയിരിക്കരുത്. മുട്ട ചിക്കിയത് സെൻറ്ററിലോട്ട് വെച്ചതിന് ശേഷം കിഴങ്ങ് നമ്മൾ പറക്കി വെച്ച് ചുരുട്ടി എടുക്കേണ്ടതാണ്. ഇത് രണ്ടാമത്തെ മെത്തേഡ് പറയുന്നതിനാണ്. പൊറോട്ടയ്ക്ക് സെയിം മെത്തേഡ് തന്നെയാണ്, മറ്റേത് മുട്ട പൊരിച്ച് നമ്മൾ ചെയ്യുന്നത്. അന്നേരം കുബൂസും പൊറോട്ട ഉണ്ടാക്കിയ രീതി മനസ്സിലായല്ലോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.